അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ വെറുതെ ഒരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കുസൃതിയല്ല, അത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. ചില എന്തുകൊണ്ടാണ് ഈ മൺസൂണില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാ, എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ചെടികളില്ലേ, ചെടികൾ, മരങ്ങൾ എല്ലാം വളർച്ച അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡോർഫായിട്ട് നിൽക്കും, ഡ്രൂപ്പായിട്ട് നിൽക്കും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്? മഴക്കാലത്ത് നല്ല വെള്ളം കിട്ടുമ്പോൾ ചാടി വളരേണ്ടതല്ലേ, അതിന് പകരം നേരെ കിഴിപ്പോട്ടാണല്ലോ ചെടി വളരണത് എന്ന് ചിന്തിച്ച് ഞാൻ നമ്മുടെ ChatGPT സാധനം അടിച്ച് നോക്കി. എന്തുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ഇങ്ങനെ ട്രീസ് ഇങ്ങനെ ഡ്രൂപ്പ് മുരടിച്ച് പോണതെന്ന്. അപ്പോൾ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞവർ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ മൺസൂൺ കാലത്ത് എപ്പോഴും മഴയായിരിക്കുമല്ലോ. മഴയായിരിക്കുമ്പോൾ ഈ മഴ മേഘങ്ങൾ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് തങ്ങി നിൽക്കും. അത് കാരണം സൂര്യൻ അധികം പ്രകാശം കിട്ടത്തില്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ ChatGPT സാധനമുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ചെടിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടത്തില്ല, അതുകൊണ്ട് അത് മഞ്ഞ നിറമായിട്ട് വളർച്ച മുരടിക്കും. രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞത്, ഈ വെള്ളം ഹെവി ഡൗൺപോർ അല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിലൊക്കെ, മരത്തിൻ്റെയൊക്കെ പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വെള്ളം കെട്ടുന്നത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര സീരിയസ് വിഷയമാണ്. വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെള്ളവും വലിക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. വളവും വെള്ളവും ഒന്നും വലിക്കത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ലേ. അപ്പോൾ അവിടെയും ബ്ലോക്കാവും. പിന്നെ ഈ വെറ്റ് ഡിസീസ് എന്ന് പറഞ്ഞ കുറേ സാധനമുണ്ട്. മഴ ഈർപ്പം ഉണ്ടെങ്കിൽ കുറേ ഫംഗസൊക്കെ വരും. അങ്ങനെയാണ് വേരിന് അഴുക്കലൊക്കെ വരണത്. അപ്പോൾ ചിലപ്പോൾ വേര് ചീലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ വേപ്പിൻ്റെ എണ്ണ വേരെ തേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കൂടുതലായിരിക്കും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ വാങ്ങിച്ച് വേരിന് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഭയങ്കര പാടാണ് എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും വിഷയങ്ങളാണ് ഒരു അപ്പം ചെടിയുടെ നല്ല കാലമല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാറ്റും മഴയും വന്ന് ചെടിയുടെ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ, കാറ്റും മഴയൊക്കെ വരുമ്പോൾ. ചെടിയെ ചിലയൊക്കെ വേരോടെ ചാഞ്ഞ് നിൽക്കും, ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരെക്കാൾ ഗതികെട്ടൊരു കാലമാണ് ഈ മൺസൂൺ വൃക്ഷങ്ങൾക്കെന്ന് പറയണത്. അതുകൊണ്ടാണ് ദൈവം എല്ലാ കാലത്തും വൃക്ഷങ്ങൾ ഉണ്ടാക്കാതെ, എല്ലാ കാലത്തും മൺസൂൺ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പരിപാലനമാണ് ചെടികളോട് കാണിക്കണത്? എല്ലാ കാലത്തും മൺസൂൺ ഉണ്ടാകത്തെങ്കിൽ മരങ്ങളുണ്ടാകത്തില്ല, നമ്മൾ മരുഭൂമിയായി പോയേനാണ്. അപ്പം അതുപോലെ തന്നെയാണ് വേദനകളും എല്ലാ കാലത്തൊന്നും ഉണ്ടാകത്തില്ല, അതെപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം സമയം ചുരുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ആ വേദന ചുരുക്കാൻ കാര്യം, നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി 24:22 ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, മൺസൂൺ കാലമേ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. മരങ്ങളൊന്നും നിലക്കത്തില്ല, മനുഷ്യൻ നിലക്കത്തില്ല, എല്ലാം മരുഭൂമിയായി പോകും. എന്നാൽ ദൈവം അത് പരിമിതപ്പെടുത്തിയെന്നാണ് ബൈബിൾ പറയണത്. അപ്പം ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളും അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ, എല്ലാ കാലവും ഇതുപോലെ ദുഃഖ ദുരിതമാണെന്ന് വിചാരിക്കരുത്. ഒരു ടൈം വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പ്രത്യാശയോടെ ഒരു മഴയില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് കൂടി ഇതിലർത്ഥമുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്ന വിഷയമേ ഈ സോയിലിൻ്റെയൊക്കെ വളമില്ലേ, വളമൊക്കെ വെള്ളത്തിൽ കലങ്ങി ഒലിച്ചു പോകും. അതിങ്ങനെ ഒരു വളം ഉണ്ടെങ്കിൽ തന്നെ, വളം ചുവട്ടിലുണ്ടെങ്കിൽ തന്നെ മൺസൂൺ വരുമ്പോൾ അത് ഒലിച്ചു പോകും. ഒലിച്ച് വല്ല പറമ്പിലും പോകും, ചിലപ്പോൾ വല്ല തോട്ടിലും പോയി ഒഴുകിപ്പോകും, വേസ്റ്റായി പോകും, ആർക്കും യൂസ് ആകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉണങ്ങത്തില്ലെങ്കിൽ മെലിഞ്ഞ്
ഫലപ്രദവിക്കാത്ത രീതിയിൽ മെലിച്ചിൽ വരും. ഈ ഒരു കാലം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും മൺസൂണിൻ്റെ ഒരു കാലം. അതുകൊണ്ട് കർത്താവ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ഈ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും വരും ഇതുപോലെ. അതുകൊണ്ടാണ് ദൈവം ഈ മൺസൂൺ കാലം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ക്രിസ്തുവായിട്ട് തന്നെ കാണണമെന്നും അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആണ് ബൈബിളിൻ്റെ നടപടിക്രമം. ബൈബിൾ നടപടിക്രമം അതാണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദൗത്യം തന്നെ ജന്മദൗത്യമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെ, കരകവാസിയെ, നഗ്നനെയും വിശക്കുന്നവനെയും ഒക്കെ അവൻ്റെ മൺസൂൺ മഴ തോരാത്ത കാലങ്ങളിലെ, കണ്ണീര് തോരാത്ത കാലങ്ങളിലെ അവന് കൈത്താങ്ങായി നിൽക്കുന്നത് നിസ്സാരമല്ല. ശരിക്കും മത്തായി 25:35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഇതെല്ലാം അപ്പം നിങ്ങൾ ഓർക്കും, അവസാനം ഈശോയെ കുറിച്ച് പറയണത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. അവിടെയാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. മത്തായി 25:34 അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ ഇതിന്റെ വിഷയം നമ്മൾക്ക് ഈ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനെ പെട്ടെന്ന് എടുത്ത് നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്യണത്. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകം മുതൽ നിങ്ങൾക്ക് ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ. അപ്പം നിത്യതയുടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗങ്ങൾ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഈശോ എന്താ പറയണത്? ചത്ത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരായി. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത് വെച്ചിരിക്കണത്. ഇപ്പം നിങ്ങളെ മക്കളുടെ കല്യാണം നടക്കണില്ല, ജപ്തി നടപടിയാണ്, പറമ്പിന് വിസ പുതുക്കി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി പ്രകാരം എന്താ പറയണത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് പൈസ കൊടുക്കണം, നിങ്ങളുടെ വരുമാനം ഭക്ഷണമായിട്ടും സമ്പത്തായിട്ടൊരു പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട്. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ചത്ത് കഴിയുമ്പോൾ വിധിയാളനായിട്ട് കിട്ടണം മാത്രമല്ല, അത് ആ ഒരൊറ്റ നടപടിക്രമം കൊണ്ട് നമ്മൾ അത് അപ്പം തന്നെ ബ്ലെസ്ഡ് ആകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഈ വിഷയത്തെ, കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരുണ്യപ്രവൃത്തിയുടെ ഈ മൺസൂൺ കാലത്ത് മനുഷ്യനായി നിൽക്കാൻ കഴിഞ്ഞാലേ നമ്മൾക്കും നമ്മളുടെ മൺസൂൺ കാലങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് എൻ്റെയും എൻ്റെ കുടുംബവും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രഭ, മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ മകള് ഡോക്ടർ ശ്രുതി, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ മൊബൈൽ ഓണാക്കിയപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ്. അവൾക്കും ഒരു കുഞ്ഞുണ്ടായതിനെ പറ്റിയുള്ള സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അത് അവൾക്ക് 5 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടായത്. അതിനുശേഷം കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി. പിന്നെ അച്ഛൻ്റെ ആരാധനയും അതിനോടൊപ്പം ഞാൻ കൂടുമായിരുന്നു. മകൾക്ക് 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്.
അപ്പോൾ ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് അവൾ ഡോക്ടറെ കാണിച്ചത്. അപ്പം പറഞ്ഞു എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ പിന്നെയും 1 വർഷം കഴിഞ്ഞു, എന്നിട്ടും കുഞ്ഞുങ്ങളൊന്നും ആയില്ല. പിന്നെ മികച്ചൊരു ഗൈനക്കോളജിസ്റ്റ്, കോഴിക്കോടുള്ള മികച്ചൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടുന്ന് എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു. ഹോർമോണൽ എന്തോ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കുറേ മരുന്നുകളും തന്നു വിട്ടു. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. പിന്നെ മെഡിസിനൊന്നും എടുക്കാതെയായി. ആ ഇടയ്ക്കാണ് മകളുടെ ഫ്രണ്ടിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായത്. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലൊന്ന് പോകണം മോളെ, എനിക്ക് ആരും തുണയായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവളൊരു MBBS ഡോക്ടറാണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ ലീവും കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അവൾ ഒരു ദിവസം സെപ്റ്റംബറിൽ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 24/9/24 ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഒരു പള്ളിയുടേതുപോലെ ഒന്നും തോന്നിയില്ല. എല്ലായിടത്തും മാതാവിൻ്റെ രൂപങ്ങളാണ്. എവിടെ വന്ന് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒരു കോട്ടിട്ടൊരു ചേച്ചി വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, അങ്ങനെ പ്രാർത്ഥിച്ചു പോയിക്കോ. ആഗ്രഹം കഴിഞ്ഞ് സഫലമായതിന് ശേഷം നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, എന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തുടർച്ചയായി പ്രാർത്ഥിക്കുക, 2 നേരവും പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നി, ഞാൻ ഒരു ഉടമ്പടി, എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം, എന്നിട്ട് നല്ല പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ളൊരു കുരിശുപള്ളിയുണ്ട്, അവിടെ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാ മാസവും ഇവിടേക്ക് വരുന്ന ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു നമ്പർ കിട്ടി. അങ്ങനെ അവരുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നു. അങ്ങനെ 24/2/25 ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് നല്ല ശക്തമായ പ്രാർത്ഥന, ഉടമ്പടിയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നത്തിൽ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു. എന്തെന്നാൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഞാനും മകളും മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല, ഡോക്ടറോ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു മാതാവിൻ്റെ രൂപത്തിൽ ഒരാൾ വന്ന് മോളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. കയ്യിലെന്തോ ഒന്നിരിക്കുന്നത് കണ്ടു, ഒരു എഗ്ഗ് എന്തോ ഒരു വെള്ള സാധനം ഇരിക്കുന്നതുകൊണ്ട് അതോടുകൂടി ഞാൻ കണ്ണു തുറന്നു പോയി. അങ്ങനെ അത് ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല. അവരെല്ലാവരും കളിയാക്കുമോ എന്ന് പേടിച്ച് ഞാൻ ആരോടും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ 1 മാസം ലീവിന് 1.5 മാസം ലീവിന് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ എന്നോട് വിളിച്ച് പറയാണ്, അമ്മേ ഞാൻ പ്രഗ്നൻ്റാണ്, ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു എന്ന്. അപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അമ്മ മാതാവ് എന്നെ ഏതാനും ദിവസം മുമ്പ് കാണിച്ചു തന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അത് ഉറപ്പായിട്ടും പ്രഗ്നൻസി ആണെന്ന് ഉറപ്പ് വരുത്തി. പിന്നെ 51-ാം ദിവസമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. ഉടമ്പടി എടുത്ത 51-ാം ദിവസമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. അത് കഴിഞ്ഞ് ഡെലിവറി വരെയും മാതാവ് ഞങ്ങളെ കൂടെയുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് 3-ാം മാസം അവൾക്ക് പെട്ടെന്ന് രാത്രിയിൽ ഒരു ബ്ലീഡിങ് ഉണ്ടായി. അത് അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നാളെ തന്നെ ഉടനെ തന്നെ വരണം, സ്കാനിങ് ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ പേടിച്ചു പോയി. രാത്രി നേരം വെളുക്കോളും ഉടമ്പടി കാശുരൂപവും മാതാവിൻ്റെ തൈലവും പൂശി ഞാൻ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം 10:30 മണിയായപ്പോൾ ഡോക്ടറുടെ അടുത്തെത്തി. അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞത്? ഒന്നും കാണുന്നില്ലല്ലോ, കുഞ്ഞ് സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിച്ചത് എന്നാണ് ഡോക്ടർ ചോദിച്ചത്.
ഞങ്ങളത് കഴിഞ്ഞ് വന്നു. പക്ഷെ അവൾക്ക് ഷുഗറുള്ള കാരണം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡെലിവറി വരെയും ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആരോഗ്യമുള്ള എൻ്റെ ഈ കുഞ്ഞിനെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. എത്ര പറഞ്ഞാലും നന്ദി പറയാൻ 1000 വാക്കുകൾ ഈശോയ്ക്കും മാതാവിനും ഞാൻ എന്നും കടപ്പെട്ടവളാണ്. ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കൾ, തൈലവും ഉപ്പും തേനും എല്ലാം മകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ഭക്ഷണത്തിൽ ഉപയോഗിക്കും. ഉപ്പൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും അസുഖങ്ങളൊന്നും വരരുത് എന്ന് പ്രാർത്ഥിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എൻ്റെ മകന് ബിടെക് പാസ്സായ മകനാണ്. അവന് എബ്രോഡിൽ ഫ്രാൻസിൽ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി, മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന്. ഈ 2024 അവൻ പറഞ്ഞത്. 2025 ബുക്ക് ചെയ്തിടാനാണ് ആ യൂണിവേഴ്സിറ്റി പറഞ്ഞത്. അങ്ങനെ 3 ലക്ഷം രൂപ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടു. പക്ഷേങ്കിൽ അവന് തുടർച്ചയായി മരുന്ന് കഴിക്കുന്ന കാരണം പോവാൻ പറ്റാണ്ടിയായി. അത് കാരണം ഞങ്ങൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ആ പൈസ തിരിച്ചു തരില്ല, അത് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിലായി. 3 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ പോയാലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ്റെ ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം മാതാവേ, എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണേ എന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആ ഏജൻസി തന്നെ ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, അതിൻ്റെ 3 ലക്ഷം എന്നുള്ളത് 3.5 ലക്ഷം ആയിട്ടുണ്ട്. അന്നത്തെ കറൻസി പ്രകാരം അത് നിങ്ങൾക്ക് തിരിച്ചു തരും. ആ ഒരു കോഴ്സ് മകൻ വിചാരിച്ച കോഴ്സ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടുത്ത വർഷം ഇല്ല, അതുകൊണ്ട് മുഴുവൻ പൈസയും നിങ്ങൾക്ക് തിരിച്ചു തരും എന്നവർ വിളിച്ചു പറഞ്ഞു. അവിടെയും ഞങ്ങളെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, 30 വർഷത്തോളമായി ഞങ്ങൾക്ക് ഒരു വസ്തുവിലേക്ക് വഴിയില്ലായിരുന്നു. അതിൻ്റെ മുമ്പിലുള്ള പ്ലോട്ടുകാരൻ അവിടെ മതിൽ കെട്ടി അത് അടച്ചിടാനായിരുന്നു പതിവ്. അതിലൂടെയായിരുന്നു ഞങ്ങൾ അത്രയും ആ സമയം വരെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്ത് കേസ് കൊടുത്തു. ആ കേസ് 10, 15, 20 വർഷത്തോളം കേസ് നടത്തി. പക്ഷെ ഞങ്ങൾ തോറ്റുപോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് വഴിയില്ല. അവർ പിന്നെയും അടച്ചു കെട്ടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലുള്ള ഒരാൾ പിന്നെയും കേസ് കൊടുത്തു. പക്ഷേ അയാൾ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ല, അവർക്ക് മാത്രം നടക്കാമെന്നായി. അങ്ങനെ ഞങ്ങളെ നടക്കാൻ സമ്മതിക്കില്ല, അയാളെ മാത്രം നടക്കാൻ സമ്മതിക്കും. അങ്ങനെയുള്ള വിഷമത്തിലിരിക്കെ ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും, എങ്ങനെയെങ്കിലും മാതാവേ എനിക്ക് വഴി അതിലൂടെ നടക്കാൻ ഒരു 3 അടി വഴിയെങ്കിലും തരണം, എൻ്റെ പറമ്പിൽ നടക്കാൻ എന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിയോഗവും വെച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തന്നെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കോംപ്രമൈസിലൂടെ ഞങ്ങൾ വഴി തരാം, നിങ്ങൾക്ക് നടക്കാമെന്ന്. അതിനും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കൊടാനുകൂടി നന്ദി പറഞ്ഞ്, എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അന്നദാനവും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങി വിതരണം ചെയ്ത് എല്ലാവരെയും ആ മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങി എല്ലാവരും നല്ല നിലയിലെത്തണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 2 നേരവും പ്രാർത്ഥിക്കും. ഇപ്പോൾ ബൈബിൾ വായിക്കും. എനിക്ക് എങ്ങനെ ബൈബിൾ വായിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഇപ്പം പഠിച്ചു. ജപമാല ചൊല്ലും. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ അരമണിക്കൂർ ജപമാല ചൊല്ലും. അങ്ങനെയൊക്കെ പിന്നെ അച്ഛൻ്റെ ആരാധന കൂടാറുണ്ട്. അങ്ങനെയൊക്കെ ആത്മീയ ജീവിതം നയിക്കുന്നു. എല്ലാത്തിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് ഇത് പ്രകാരം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ?
നിൻ്റെ ദേവൻ ചോദിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 66 അധ്യായം 9 വചനമാണ്. ഈ വചനം ദൈവത്തിൻ്റെ നിശ്ചയവും വിശ്വസ്തയും ഉറപ്പിക്കുന്ന ഒരു വചനമാണ്. ദൈവം ഒരിക്കൽ ഒരു കാര്യത്തിന് തുടക്കമിട്ടാൽ അത് പൂർണ്ണതയിലെത്തിക്കുമെന്നുള്ള ഒരു വചനം. കാനായിലും കുടുംബ പ്രശ്നം തന്നെയായിരുന്നു, അവർക്ക് വീഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുപോലുള്ള നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ സമയത്തിന് മേൽ അധികാരമുള്ള, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്തിൽ നിന്നാണ് നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കാത്ത അമ്മയല്ല നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും, നമ്മുടെ ഓരോ കണ്ണുനീരും തുടയ്ക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് അരുളി ചെയ്യുന്ന പോലെ, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഒരു കുഞ്ഞിനെ കൊടുക്കുമെങ്കിൽ നമ്മുടെ ഓരോ കാര്യത്തിലും, നമ്മുടെ അടഞ്ഞു കിടക്കുന്ന ഓരോ വാതിലും തുറന്നു നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വചനം പറയുന്നത്, ഞാൻ തുടങ്ങിയ കാര്യം ഞാൻ പൂർത്തിയാക്കുമെന്നാണ്. ഉടമ്പടിയിൽ ജോലിക്കായി പ്രാർത്ഥിച്ചാൽ വൈകിയാലും ദൈവം വഴി തുറക്കും. രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സമയത്ത് നമ്മെ സ്പർശിക്കും. കുടുംബ പ്രശ്നങ്ങളിൽ ദൈവം പരിഹാരം നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വേണ്ടത്. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 37 വചനം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ്. ആ അസാധ്യമായ കാര്യങ്ങൾ നടത്തി തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. പ്രഭാവതിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, പരിശുദ്ധി അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൽത്താരെ നീക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി, ഇതിൻ്റെ ചേട്ടായി ജിസ്മോൻ, ഇത് ഞങ്ങളുടെ വാവ ജിയന്ന എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ അന്നാമോൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ വരുന്നത് എൻ്റെ ഇടവക വെളിച്ചിയാനിയാണ്, ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 24 8 മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും എനിക്ക് ചേട്ടായിയെ കണ്ടുകിട്ടി. നല്ല ദൈവവിശ്വാസമുള്ള ചേട്ടായിയാണ്. ഞാൻ ചെന്ന കുടുംബത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമുള്ള ദൈവസ്നേഹത്തിലും എൻ്റെ കൂടി ഏത് പ്രാർത്ഥനയിലും എവിടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണേലും നമുക്കൊരു ധ്യാനം കൂടണം, ഒന്ന് നവീകരിക്കണം എന്നൊക്കെ പറയുമ്പം എൻ്റെ ഒപ്പം കൈപിടിച്ച് എൻ്റെ കൂടെ നയിക്കുന്നതാണ് എൻ്റെ ജീവിത പങ്കാളി. ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും എനിക്ക് ഞങ്ങളെ ഒരു കുടുംബമാക്കിയതിന് ഒത്തിരി നന്ദി പറയുവാണ്. രണ്ടാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5.5 വർഷത്തോളമായിരുന്നു ഞങ്ങൾക്കൊരു വാവയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞായിരുന്നു ചേട്ടായിക്ക് കൗണ്ടില്ലെന്നുള്ള കാര്യം അറിയുന്നത്. 0 ആയിരുന്നു, ഒരു ആക്റ്റീവ് കൗണ്ട് പോലും ഒന്നുമില്ലായിരുന്നു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിക്കിൾ രണ്ടും വെരിക്കോസ് ഇങ്ങനെ ചുറ്റിക്കിടക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു കൗണ്ട് ഇല്ലാത്തതെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്താലും അത് സക്സസ് ആവുമോ എന്നൊന്നും ഡോക്ടറിന് കൺഫേം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ നല്ല യൂറോളജിസ്റ്റാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആയുർവേദം നോക്കി, പക്ഷേ ഞങ്ങൾക്ക് ഫലമായില്ല. അത് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി വേറെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾക്ക് കൗണ്ട് കയറും, കുഞ്ഞുങ്ങളുണ്ടാവും, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും, കാരണം കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഒരുപാട് എല്ലാവർക്കും എതിർപ്പുകളുണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് മുന്നോട്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. 6 മാസം കഴിഞ്ഞപ്പം ചേട്ടയുടെ കൗണ്ട് കയറാൻ തുടങ്ങി. എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ കൗണ്ട് കയറാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസം വേളാങ്കണ്ണിക്ക് പോയപ്പം ഞങ്ങളവിടെ നമ്മുടെ മുട്ടയിലഴിയുന്ന മാതാവിൻ്റെ അടുത്ത് മുട്ടയിലഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങളവിടെ പോയി മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പം എനിക്കൊരു ഹെവി ബ്ലീഡിങ് ഉണ്ടായി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു ബ്ലീഡിങ് ആണ്, സാരമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, പക്ഷേ
ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ ചെന്ന് വീണ്ടും ഞങ്ങൾക്ക് കുഞ്ഞ് വേണമെന്നുള്ള അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ആ ഉണ്ടായ ഹെവി ബ്ലീഡിങ്ങിൽ പൂർണ്ണമായിട്ടൊരു ക്ലീനിങ് ചെയ്യാതെ വന്നപ്പോൾ എൻ്റെ 2 ട്യൂബും ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി പാടാണ് കുഞ്ഞുണ്ടാകാനായിട്ട്, ട്യൂബൽ കാനുലേഷൻ ചെയ്താൽ പോലും അറിയത്തില്ല കുഞ്ഞുണ്ടാവുമോ, മീൻസ് എങ്ങനെയാവുമെന്ന് അറിയില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഓപ്പൺ ലാപ്രോസ്കോപ്പി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിന് വിസ്മതിച്ച്, കാരണം ഓപ്പൺ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്യൂബൽ കാനുലേഷൻ ചെയ്ത് നോക്കാം എന്താ ഇൻഫെക്ഷനാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ട്യൂബൽ കാനുലേഷൻ ചെയ്തു. ഇവിടെ വന്ന് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ എൻ്റെ 2 ട്യൂബും ബ്ലോക്കാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ നീ പേടിക്കണ്ട, നിൻ്റെ ട്യൂബിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂരിൽ ചെന്ന് പ്രൊസീജിയർ ചെയ്തു. എൻ്റെ 2 ട്യൂബും ബ്ലോക്കല്ല, ഒരു കുഴപ്പമില്ല, ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ വീണ്ടും ഞാനും ചേട്ടായും കൂടെ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെവി ബ്ലീഡിങ് ആയപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഓവറിൻ ക്യാൻസർ ആണോ എന്ന് അറിയത്തില്ല, നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു നീണ്ട ടെസ്റ്റായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തു 11 ദിവസമായിരുന്നു ആ ടെസ്റ്റ് റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ആ 11 ദിവസത്തിൽ ഒരു ദിവസം ഞാനിവിടെ ഓടി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വീണ്ടും കണ്ടു. എനിക്കറിയില്ലല്ലോ എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ അച്ഛൻ്റെ അടുക്കൽ വന്നു, അച്ഛനെ കണ്ടു. വീണ്ടും അച്ഛനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പോയി ടെസ്റ്റ് റിസൾട്ട് വന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു കുഞ്ഞിന് വേണ്ടി മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കാരണം ചുറ്റുമുള്ളവരുമെല്ലാം മച്ചിയാണോ എന്ന് പോലും പറഞ്ഞവരുണ്ട്, സ്വന്തം പാത്രത്തിൽ നിന്ന് കഴിക്കുന്നവർ, അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൈപിടിച്ച് മുന്നോട്ട് പോയി. എൻ്റെ ഉടമ്പടി ടൈം തീരാറായി. ചേട്ടായി വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വീണ്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അച്ഛൻ മാതാവിനോട് പറഞ്ഞ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോ, എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പിറ്റത്തെ മാസം മാർച്ച് 7-ാം തീയതി ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് ഞാൻ പ്രഗ്നൻസി കിറ്റ് മേടിക്കുന്നത്. ആദ്യ ശനിയാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ്. 2 ടിക്ക് വീണു. എങ്കിലും ഈ 5 വർഷക്കാലം വെയിറ്റ് ചെയ്തിരുന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് നവംബർ 24-ാം തീയതി ആരോഗ്യമുള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിന് ഒരുപാട് നന്ദി. മക്കളില്ലാത്ത ഒരമ്മമാരും വേദനിക്കരുത്. എന്ത് ട്യൂബ് ബ്ലോക്കാണെങ്കിലും, എന്ത് ഓവർ ബ്ലീഡിങ് ആണെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും പരിശുദ്ധി അമ്മ നമ്മളെ അമ്മയാക്കും, നമുക്ക് കുഞ്ഞിനെ തരും, നമ്മളെ അനുഗ്രഹിക്കും. അതാണ് എന്നെ കുടുംബവും തിരുക്കുടുംബവും ആക്കിയത് പരിശുദ്ധി അമ്മയാണ്. ഈ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അമ്മയാണ് എന്നും എനിക്ക് അഭിമാനമാണ്. കാരണം ഞങ്ങളെ കുടുംബമാക്കിയതും പരിശുദ്ധി അമ്മയുടെ കൃപയാലാണ്, അനുഗ്രഹത്താലാണ്. അമ്മയുടെ കരുതൽ എന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകും. പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങൾ ബാംഗ്ലൂർ ഇവിടുന്ന് ഞങ്ങൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിക്കും. ഈ മാതാവിൻ്റെ കാശുരൂപം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് വാങ്ങാൻ വേണ്ടി. ഞങ്ങൾ ഈ കാശുരൂപം കൊടുക്കും, പത്രവും കൊടുത്തിട്ട് ഞങ്ങൾ പറയും ഈ അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി, നമുക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പറയും. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പം പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ദേവാലയത്തിൽ പോകും. അവിടെ തെരുവീഥികൾ ഒരുപാട് പാവങ്ങൾ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം മേടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കൊടുക്കും, വസ്ത്രം ഉണ്ടായിരുന്നത് കൊടുക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതം. ഞങ്ങൾ പിന്നെ 7-ാം മാസത്തിലും ഞങ്ങൾ ധ്യാനമൊക്കെ കൂടി ഒരുപാട് പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ ഈ അന്നാമോള് പിറന്നു വീണത്. അതും ഒരുപാട് അനുഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരുപാട് നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ.
കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. റൂബി ജിസ്മോൻ എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് തങ്ങളുടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറഞ്ഞത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും അവർക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നതിനും അവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കുവാൻ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ സാക്ഷ്യം കൂടിയാണ് നമ്മൾ കേട്ടത്. ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ളതായിരുന്നു ആദ്യ നിയോഗം. ഈ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് ജീസ്മോനെ ജീവിത പങ്കാളിയായി ലഭിച്ചത്. അവർ രണ്ടുപേരും എപ്പോഴും മുട്ടുകുത്തി, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് ഓരോ പോസ്ചറുകളുണ്ട്. ആ പോസ്റ്റർ നമ്മൾ കൃത്യമായി ഇരുന്നു കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, മുട്ടുകുത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാം നാം പ്രാർത്ഥിക്കുന്നു എന്ന് അച്ഛൻ നമ്മെ കൃത്യമായി പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൈവിരിച്ച് പിടിച്ചും ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കണം എന്നെല്ലാം അവർ കൃത്യമായി രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര തന്നെ പ്രതിസന്ധികൾ അവരുടെ പ്രഗ്നൻസിയിലുണ്ടായാലും, ട്യൂബ് ബ്ലോക്കാണെന്നറിഞ്ഞാലും, കൗണ്ട് കുറവായാലും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ അവർക്ക് അവരുടെ ആഗ്രഹിച്ച വലിയ അനുഗ്രഹവും അഭിഷേകവും ലഭിച്ചുവെന്നാണ് റൂബി ഇവിടെ ഏറ്റുപറയുന്നത്. ഇവിടെ എത്ര തന്നെ തടസ്സമുള്ള കാര്യങ്ങളായാലും, എത്ര തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായാലും, 5 വർഷത്തിന് ശേഷമുണ്ടായ ഒരു കുഞ്ഞാണിത്. എല്ലാവരും കുഞ്ഞിനെ ലഭിക്കുകയില്ല, ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വലിയ ത്യാഗത്തിലൂടെയാണ്, ത്യാഗമുള്ള ജീവിതത്തിലൂടെയാണ് നമുക്ക് ദിവ്യബലിയുടെ അനുഗ്രഹത്താൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ, കൈവെപ്പ് ലഭിക്കുമ്പോൾ എത്ര തന്നെ അസാധ്യമായ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയെ നമുക്ക് ഈശോ അനുഗ്രഹവും അഭിഷേകവും നൽകുന്നത്. ഓവറിയിൽ ക്യാൻസറാണെന്ന് പോലും ഉള്ള ടെസ്റ്റ് നടത്തുമ്പോഴും അതെല്ലാം നെഗറ്റീവാക്കി കൊടുത്തുകൊണ്ട് കുഞ്ഞ് ജനിക്കുവാൻ അവരുടെ നല്ല അഭിഷേകമുള്ള സമയത്ത് തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും കുഞ്ഞിനെ അന്നാമോൾ എന്ന പേര് വിളിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കേണ്ട നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയിൽ നാം മുന്നേറുമ്പോൾ എത്ര തന്നെ സങ്കടത്തിലായാലും നമുക്ക് ഈശോ അനുഗ്രഹം തരും, അഭിഷേകം തരും, നമുക്ക് ആത്മീയ അധികാരമുണ്ടാവുകയും ചെയ്യും. ജീസ്മോനും റുബിക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ബിജു, ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്, ഇതെൻ്റെ അനിയത്തി. ഞാനിവിടെ കൂടെ വരാറുണ്ടായിരുന്നു. എൻ്റെ ആലയം സകല മർത്തരുടെയും പ്രാർത്ഥനാലയം എന്നരുളി ചെയ്ത ഈ ആലയത്തിലേക്ക് ഞാനൊരു സെപ്റ്റംബർ മാസം ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്കൊരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. അച്ഛനെ കണ്ടു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ തന്നു. അതെൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറഞ്ഞു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ അമ്മയോട് ഞാൻ പരാതി പറഞ്ഞിട്ട് പോയി. എനിക്കത് തന്നിട്ടും ഭവനം തന്നിട്ടും ഞാൻ അമ്മയോടൊരു പരാതിയാണ് പറഞ്ഞിട്ട് പോയത്. അമ്മ, എനിക്കൊരു സ്ഥിര വരുമാന ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല. ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബം 2 മക്കളും ജീവിത പങ്കാളിയും ഞാനും അടങ്ങുന്ന കുടുംബമാണ്. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട, ജോലി ഇല്ലാത്തതിനാൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ സമയത്തൊക്കെ വിദേശത്ത് പോകാനായിട്ടൊക്കെ 3 പ്രാവശ്യം ഞാൻ VFS ഓഫീസിൽ പോവുകയും അത് റിജക്ഷൻ ആകുകയും ഏജ് ഓവർ ആയെന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ഷൻ ആക്കി വിടുകയും ചെയ്തു. അന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എങ്കിലും അമ്മ വിചാരിച്ചാൽ അതൊന്നും പ്രായമൊന്നും ഒരു സാരവുമല്ല, എങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മയുടെ ഒരു തുള്ളി ഹോർമോൺ എൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തി തന്നാൽ മതി, ഞാൻ പൂർണ്ണമായിട്ടും എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ റിജക്ഷൻ ആയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ വിദേശയാത്രയെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല. അത് വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഈ ദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഞാൻ പല ഹോസ്പിറ്റലുകളിൽ ചോദിച്ചു. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏജ് ഓവറായി, അതുകൊണ്ട് ഇനിയും ജോലിക്കെടുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നെ എനിക്കായിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര വരുമാന ജോലി അമ്മ തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരിക്കൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഏഴാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും ഈ നിയോഗം തന്നെ അമ്മയോട് വെച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ സിസ്റ്ററിൻലോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി കുവൈറ്റിലൊരു വേക്കൻസി ഉണ്ട്, ചേച്ചിക്ക് വരാൻ താല്പര്യമാണെങ്കിൽ അതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ 3 പ്രാവശ്യം റിജക്ഷനായി, ഇത് 4മത്തെയാണ്, എന്താവുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ അങ്ങ് വെച്ചു. എൻ്റെ പാസ്പോർട്ടൊക്കെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ചേച്ചി പോകണം, പാസ്പോർട്ട് ഓഫീസിൽ പോകണം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പേര് റോസമ്മ ആൻ്റണി എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പോൾ റോസമ്മ ആൻ്റണി എൻ്റെ ഫാദറിൻ്റെ പേരാണ് ആൻ്റണി. മാരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് റോസമ്മ മത്തായി ആയി. അപ്പോൾ അവിടെ പേരിന് ഇഷ്യൂ ആയി. അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ആദ്യം കയറി ചെല്ലുമ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയി, അമ്മേ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിച്ചു കൊള്ളണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പച്ചയോ നീലയോ ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും ഒരാളെ എനിക്കവിടെ കാണിച്ചു തരണം. അപ്പോൾ ഞാൻ വിശ്വസിക്കും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ എൻട്രി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആരെയും കാണുന്നില്ല. എല്ലാവരും യൂണിഫോം ധരിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന ഫലിച്ചിട്ടില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ല, അമ്മയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെന്ന് എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ആ സാറ് പറഞ്ഞു നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു. നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതെൻ്റെ തള്ളി മാറ്റി വെച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതും കൊണ്ട് ഓരോ കൗണ്ടറിലും ചെല്ലുമ്പോഴത്തേക്കും അവരൊക്കെ പറയുന്നു ഈ പേരിന് പ്രശ്നമാണല്ലോ, ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കൗണ്ടറിലും കഴിഞ്ഞു പോയി ഇരിക്കുമ്പോഴത്തേക്ക് അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ എന്നപ്പോഴത്തേക്ക് 11 മണിയാകുമ്പോൾ അച്ഛൻ്റെ ധ്യാനപ്രസംഗമുണ്ട്, അത് കൂടണം, അതിനു മുമ്പായിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ അത്രയും നന്ന് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്നപ്പോഴും എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു 11 മണിയാകുമ്പോൾ നിൻ്റെ കാര്യം ഓക്കെ ആകും, നീ വെയിറ്റ് ചെയ്യുക, 11 മണിയാകുമ്പോൾ ആകുമെന്ന്. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഫോണ് ഞാൻ ഓണാക്കി അച്ഛൻ്റെ ധ്യാനപ്രസംഗം തീരെ സൗണ്ട് കുറച്ച് ഞാൻ പതുക്കെ ചെവിയിൽ ഇങ്ങനെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോയി അവിടോട്ട് ചെന്ന് ആദ്യമേ ഞാൻ ഈ 3 കൗണ്ടറും 4 കൗണ്ടറും കഴിഞ്ഞു. ലാസ്റ്റ് എൻ്റെ എഗ്രി ചെയ്യുന്ന അവിടേക്ക് ചെല്ലാൻ സമയത്ത് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കൂടുകയും ഞാൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു നീല ഡ്രസ്സ് ധരിച്ച ഒരു മേഡം. എനിക്കറിയില്ല എത്ര എനിക്ക് സന്തോഷമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. നീല ഡ്രസ്സും ഷാളും ധരിച്ച് ഒരു മേഡം അവിടെ ഇരിക്കുന്നു. അതൊത്തിരി നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്ന ആ മേഡം പറഞ്ഞു, മോളെ ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഇതിപ്പം നെയിം ഡിഫിക്കൽട്ടാണല്ലോ കാണിക്കുന്നത്, ഇതിനന്നപ്പം മോളൊരു കാര്യം ചെയ്യാൻ പോയിട്ട് ബാങ്കിൽ പോയി ഏതെങ്കിലും ഒരു റോസമ്മ ആൻ്റണിയുടെ എന്തെങ്കിലും ഒരു പ്രൂഫ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം റോസമ്മ മത്തായിലാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. ബാങ്കിൽ ഞാൻ ഇന്നിപ്പോൾ വിളിച്ചു ചോദിച്ചു. അപ്പം ഒരു പ്രാവശ്യം മേഡം എന്നെ പറഞ്ഞ് പുറത്ത് വിട്ടു. ഞാൻ ഇങ്ങനെ ഇറങ്ങി പുറത്ത് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശാലം ദേഷ്യക്കാരനായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തോ ഈ പറയുന്നത്, ഇപ്പം നമ്മൾ ബാങ്കുകാരോട് പറഞ്ഞ ഇത്രയും കോടികളുടെ അവർ കൈകാര്യം ചെയ്യുന്ന അവർ നിനക്കിത് ഉടനെ അങ്ങ് മാറ്റിത്തരുമോ, എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ തിരിച്ച് ചെന്നിട്ട് ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്തു തരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ മേഡം എന്നിട്ടും എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക, ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വെയിറ്റ് ചെയ്തിരിക്കുക, അന്നപ്പോൾ എനിക്ക് ധ്യാനപ്രസംഗവും കൂടാവല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ജോസഫച്ചൻ പറയുന്നുണ്ട് നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അവിടെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ ആ ധ്യാനപ്രസംഗത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് ഉറപ്പായിട്ടും കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ അടുത്ത് എനിക്ക് ഇങ്ങനെ തടസ്സം വന്ന് നിൽക്കുന്നത് കാരണം ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് ഫേസ് കഴുകണമെന്ന് തോന്നി. ഞാൻ ഒന്ന് മുഖം കഴുകാനായിട്ട് ചെന്നു. എൻ്റെ കൈ നനച്ചിട്ട് എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി ഉപ്പായിരുന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി
ഉപ്പ് ഇവിടെ വിതറുന്നതിനെക്കാട്ടി നല്ലത് കയ്യിൽ ശാലം വെള്ളമെടുത്ത് അത് ലിക്വിഡ് ആക്കിയിട്ട് അതിങ്ങനെ അങ്ങ് തളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എന്നെ അടുത്ത് അത് ശകലം ഉപ്പെടുത്ത് കയ്യിലെടുത്തു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ആ മേഡത്തിൻ്റെ ഓഫീസിലോട്ട് ഇങ്ങനെ ആനാമ്പള്ളം തളിക്കുന്ന പോലെ ഞാൻ അങ്ങ് തളിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അവിടെ ഇരുന്ന് ആ ഉപ്പ് തളിച്ചതിന് ശേഷം എന്നെ മേഡം വിളിച്ചിട്ട് പറഞ്ഞു, റോസമ്മ ഇങ്ങ് വന്നേ. എന്നിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഇത് എഗ്രിയാക്കി വിടാം, പക്ഷേ ഇത് പോലീസ് ഓഫീസർമാരുടെ കയ്യിൽ കിട്ടിയാൽ എന്താവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യം നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ആ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, അത് ഓഫീസർമാർ നോക്കിക്കോളും, നമുക്കിതങ്ങ് സാങ്ഷനാക്കി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് മേഡം അത് എഗ്രിയാക്കി വിട്ടു. അതെനിക്ക് അവിടെ ഞാൻ ഉപ്പ് ലിക്വിഡാക്കി ആനാമ്പള്ളം തളിക്കുന്നത് പോലെ ഞാനിവിടെ തളിച്ചതിന് ശേഷം ഉണ്ടായ ഒരനുഭവ സാക്ഷ്യമാണ് എനിക്കിത്. അതിനുശേഷം ഓഫീസ് ഈ പോലീസ് വെരിഫിക്കേഷന് വരുമ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നമാവുമല്ലോ. അന്നപ്പം എന്നോട് മേഡം പറഞ്ഞു, ഇപ്പം തന്നെ പോയി ആലപ്പുഴ പോലീസ് ഓഫീസ് അവിടെ പോയി ഒന്ന് സംസാരിച്ചേക്കാൻ പറഞ്ഞു. ഞാനവിടെ സംസാരിക്കാൻ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ, എടി നിൻ്റെ സഹോദരൻ അവിടെ ഉണ്ടല്ലോ, നീ സഹോദരനോട് സംസാരിക്കുക എന്ന്. അപ്പം ഞാൻ എൻ്റെ പേരപ്പൻ്റെ ഭാര്യ ആൻറ്റി വീണു, കാലൊടിഞ്ഞ് ആൻറ്റിയെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ആൻറ്റിയുടെ മരുമകളുടെ ആങ്ങള ഇവിടെ ആലപ്പുഴയിലെ പോലീസുകാരനാണ്. അപ്പം ഞാൻ ആ ബൈജു സാറിന് വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ എനിക്കൊരു നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, അവരിവിടുന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്, അത് പോലീസുകാരുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അതിന് പ്രശ്നം വല്ലതും ആകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു. ഇന്ന് വരെ എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടി. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഈ കുവൈറ്റിലേക്കാണ് ഞാൻ പോകാനായിട്ടിരിക്കുന്നത്. ആ കുവൈറ്റിലേക്ക് പോകുന്നതിന് അവിടുത്തെ സാറ്റലൈറ്റ് എല്ലാം പോയി കിടക്കുന്ന എയർപോർട്ടിൽ ഒന്നും പ്ലെയിൻ ഇറങ്ങുന്നില്ല. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രയാസം തോന്നിയില്ല, കാരണം ഇതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അമ്മ തക്ക സമയത്ത് അവിടെ നിന്ന് ഇടപെട്ടുകൊള്ളും. അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ അമ്മയുടെ സന്നിധിയിലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലും എളിമപ്പെട്ടിരിക്കുക. അവിടെ നിന്നെല്ലാം നോക്കിക്കോളൂ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് അവിടുന്ന് ഞാൻ വിശ്വസിച്ചു. കൂടാതെ എൻ്റെ കർത്താവിനോട് ഞാൻ പറയുമായിരുന്നു, കർത്താവിൻ്റെ ഞാൻ പറയുന്നത് ഒന്ന് മാത്രം ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഉരുവിടുമായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവരെ ആരെയും അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല. ആദ്യം മുതൽ അവസാനം വരെ വരുന്നവർക്ക് ഒരേപോലെ ധനാറ കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവ്, ഒരു മുഖഭാവവും നോക്കാതെ കൊടുക്കുന്ന കർത്താവല്ലേ, അതെനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ടിക്കറ്റിന് ഞാൻ പലയിടത്തും അപ്ലൈ ചെയ്തു. സൗദി വഴി പോകണം, അതിനൊക്കെ 1,00,000 രൂപ ചിലവാണ്. സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയം. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനാൽ എനിക്കത് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ അമ്മ മാതാവിൻ്റെ എൻ്റെ ഒരു ഫോട്ടോയുണ്ട്, അമ്മയുടെ സന്നിധിയിൽ ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്താ അമ്മേ എല്ലായിടത്തും എല്ലാം പ്രശ്നങ്ങളാണല്ലോ, ഇനി എന്താ ഞാൻ പോകണ്ടെന്നാണോ അമ്മയുടെ വിചാരം? മെയ് 13 ആകുമ്പോൾ എൻ്റെ വിസയുടെ കാലാവധിയും തീരും, എന്തായാലും അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ കൊടുത്ത ഏജൻസിയിൽ ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നു. 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് 6:30 ഫ്ലൈറ്റാണ്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി, ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും തേനുമൊക്കെ എപ്പോഴും ഞാൻ ഉപയോഗിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെയാണ് അവർക്ക് പുരട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മകൻ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ പറയും, തേൻ കഴിക്കുമ്പോൾ എല്ലാ രോഗവും മാറും. പക്ഷെ അവരെന്നെ കളിയാക്കും, അമ്മയ്ക്ക് എന്താ ഇതൊക്കെയാണോ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ കളിയാക്കും. എങ്കിലും അതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ പറയും, ആ അമ്മ പറഞ്ഞ് ശരിയാ എന്ന് പറഞ്ഞ് അവരത് കഴിക്കുകയും ചെയ്യും. വിശ്വാസത്തോടു കൂടി ഞാൻ പ്രഭാത പ്രാർത്ഥനയിലും മക്കളോട് പറയും, മക്കൾ പ്രാർത്ഥിക്കും. മകളാണേലും എപ്പോഴും പ്രാർത്ഥിക്കും. മകനാണെങ്കിൽ
ആ പ്രഭാത പ്രാർത്ഥനയിലൊന്നും ഇരിക്കത്തില്ല. പക്ഷേ സന്ധ്യാപ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരിക്കുകയും അവനാണ് തിരി കത്തിക്കുന്നത്, പച്ചത്തിരി കത്തിക്കുന്നത് അവനാണ് ഇത് കത്തിക്കുന്നത്, വേറെ ആരും അത് കത്തിക്കത്തില്ല, അവനെക്കൊണ്ട് തന്നെയാണ് ഞാനത് കത്തിക്കുന്നത്. അങ്ങനെ കത്തിച്ച് അതും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഏത് സ്ഥലത്ത് പോയിട്ട് വന്നാലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കാൻ സമ്മതിച്ചിട്ടില്ല. അതൊരു സമയം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദിവ്യബലി, എൻ്റെ ദിവ്യബലിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവ്യബലി പോലും മുടക്കില്ല. അത് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു. എന്നെ കെട്ടിച്ചത് ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ്. പക്ഷേ ഇടക്കാലം കൊണ്ട് എൻ്റെ കാലിന് വേദന വന്നു. ഞാൻ ആ പള്ളിയിൽ പോക്ക് ചില സമയങ്ങളിൽ എൻ്റെ ഓർത്തഡോക്സ് പള്ളിയിൽ പോകാതെ കത്തോലിക്ക പള്ളിയിൽ പോകും. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച ദിവസം കുർബാനയിൽ നിൽക്കുമ്പോൾ അവിടെ ചാപ്പലിൽ കുർബാന ആരാധനയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഈ തിരുശരീര രക്തം ഞാൻ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങുക. അത് ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി മാത്രമേ പോകത്തുള്ളൂ. വെള്ളം പോലും ചില സമയം വെള്ളം മാത്രം കുടിച്ചേ ഞാൻ പോകത്തുള്ളൂ, അല്ല ഭക്ഷണം കഴിച്ചൊന്നും ഞാൻ കുർബാന അനുഭവിക്കത്തില്ല. അതെനിക്കിഷ്ടവുമല്ല. ഉപവാസത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കത്തുള്ളൂ. ഞാൻ ആ തിരുശരീര രക്തം എൻ്റെ വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പാ, ഞാനിവിടെ കുർബാന ഭക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഇതിലെൻ്റെ അപ്പനുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമായി എൻ്റെ കൂടെ എനിക്കൊരടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഈശോയുടെ തിരുശരീര രക്തം ഭക്ഷിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സുഗന്ധാഭിഷേകം തന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ ചുമ്മാതെ നിന്ന് വായിൽ മേടിക്കുകയൊന്നുമല്ല, ഞാൻ ശരിക്കും കുരിശ് വരച്ച് മാത്രമേ ഞാൻ എൻ്റെ തിരുശരീര രക്തം എൻ്റെ വായിൽ ഭക്ഷിക്കുകയുള്ളൂ. അത് ഭക്ഷിച്ചു. ഞാനത് വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ എൻ്റെ നാക്ക് നീട്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ, ഞാനിത് വേണ്ട ഭക്ഷിക്കുക, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. എൻ്റെ അപ്പനെ ഭക്ഷിക്കുന്നതാണ് എനിക്കുള്ള മരുന്ന്. ഞാനൊരു മരുന്നും, പ്രിയമുള്ളവരെ, ഞാൻ അധികമായിട്ടൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കുന്ന തൈറോയിഡിൻ്റെ ഒരു ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വലിയ കൂടുതലൊന്നുമില്ല, എങ്കിലും അത് കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഒന്നിക്കൊന്നിരാടമൊക്കെ ഞാൻ കഴിക്കുമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കർത്താവ് എനിക്കൊരു രോഗവും എൻ്റെ ഈ സമയം വരെയും എൻ്റെ തമ്പുരാൻ തന്നിട്ടില്ല. പിന്നെ എൻ്റെ കാലിൻ്റെ വേദന വന്നു. കാലിൻ്റെ വേദന വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥനയിലെ നമ്മളുടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദനയുള്ള സഹോദരങ്ങളെ കർത്താവ് തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മേ, ഞാൻ അവിടെ നിന്നുണ്ട് വലിയ വായിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിയുടെ വേദനയാണല്ലോ അച്ഛൻ പറഞ്ഞത്, അത് ഞാനായിരിക്കണം ഒരാളെന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് അത് വിശ്വാസത്തോടു കൂടി തൈലമെടുത്ത് എൻ്റെ കാലിൽ തേച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റാൽ താഴോട്ട് കാല് കുത്തണമെങ്കിൽ ഞാൻ ഈ കള്ളുകുടിയന്മാരെങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കറക്കമാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിവേദനയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കാര്യവും എൻ്റെ കർത്താവ് പരിശുദ്ധ തൈലം തേച്ചും ഉപ്പ് കഴിച്ചും തേൻ കഴിച്ചുമൊക്കെ എനിക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. അതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന, കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നത്, പത്രം കൊണ്ടുപോയിട്ട് ഞാനത് വെച്ചിട്ട് ആദ്യമൊക്കെ പള്ളികളിലുമൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ പത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, അമ്മ, ഇത് ആരുടെ കൈകളിൽ കൊടുക്കണം എന്നുള്ളത് അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഞാൻ ഇഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പത്രവുമായിട്ട് പുഷ്പേരി ആശുപത്രി ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോയി അത് അവർക്കെല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ പത്രം നിങ്ങൾ വായിക്കാതെ എടുത്തും ചുരുട്ടി അവിടെ നിന്നും വെക്കുകയൊന്നും ചെയ്യല്ലേ, നിങ്ങളുടെ പ്രയാസം എന്താണോ അത് വെച്ച് പ്രാർത്ഥിച്ച് ഇതൊന്ന് വായിക്കണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ പ്രാർത്ഥിച്ചേ കൊടുക്കാറുള്ളൂ. അങ്ങനെയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തി ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത് അങ്ങനെ അർഹതപ്പെട്ടവരാണെന്ന് കണ്ടാൽ ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്യും. പൈസയായിട്ടും സാരിയൊക്കെ ആണെങ്കിലും ആര് വന്ന് ചോദിച്ചാലും സാരി കൊടുക്കും, ഡ്രസ്സ് വന്ന് ചോദിച്ചാൽ ഡ്രസ്സ് കൊടുക്കും. മക്കളുടെ ഡ്രസ്സാണേലും
ഇരിക്കുന്നത്. ആരെങ്കിലും വന്ന് ചോദിക്കുക മക്കൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ അവർക്കും ഞാൻ എടുത്തു കൊടുക്കും. അതിനൊക്കെ എൻ്റെ മക്കൾ പറയും, അമ്മ എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അവർക്കൊക്കെ കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഞാൻ പറയും, മോനെ നിൻ്റെ രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ചെയ്യണം മോൻ എന്നപ്പോൾ ഇതിലും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ഞാൻ ആ ധൈര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഷിനി ബിജു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എത്ര തന്നെ അനുഗ്രഹം നൽകിയാലും മകൾ ഒരു പരാതി പെട്ടിയുമായിട്ടാണ് എപ്പോഴും. എനിക്കത് തന്നില്ലല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമാണ് എപ്പോഴും. പക്ഷേ ഞാൻ എന്തുമാത്രം ഈശോയ്ക്ക് കൊടുത്തു എന്ന് ചിന്തിക്കുവാൻ സമയമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി നൽകാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു വലിയ കൃപയാണ് ഷിനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം നൽകി ജീവിതഭാരം ലഘൂകരിച്ച ഒരു സാക്ഷ്യമാണിത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഏജ് ഓവറായിട്ടും ഈ മകൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി അമ്മ തുറന്നു കൊടുക്കുകയും മകൾക്ക് വിദേശത്ത് പോകാനുള്ള വലിയ അനുഗ്രഹം നൽകിയതിനുമാണ് ഈ മകൾ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ പാസ്പോർട്ടിലുള്ള കറക്ഷനെ കുറിച്ച് മകൾ ഏറ്റു പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടാകും. അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും എല്ലാ ചൊവ്വാഴ്ചകളിലും ഓൺലൈനായി ഈ ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നത്. കാരണം അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനല്ല അത് പറയുന്നത്. ഈജിപ്തിൽ വെച്ച് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ നാവിനെയും സംസാരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകിയ ഒരു പ്രത്യക്ഷം അച്ഛനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ പ്രബോധനങ്ങളിലെല്ലാം നമുക്കാവശ്യമായ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളുടെ ജീവിതത്തിലും പാസ്പോർട്ടിലുള്ള ആ പേരിൻ്റെ കറക്ഷൻ എവിടം വരെ എത്തിയെങ്കിലും ഇന്ന് മകൾക്ക് വിസയുമായി വിദേശത്ത് പോകാനുള്ള സാധ്യത ഒരുക്കിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവുമാണെന്ന് ഏറ്റുപറയുകയാണ്. ഓരോ സമയത്തും വചനത്തിൽ അടിയുറച്ചൊരു വിശ്വാസമേ മകൾക്കുണ്ട്. ഹസ്ബൻഡ് വഴക്ക് പറയുകയാണ്, കാരണം ബാങ്കിൽ ഇത്രമാത്രം ജോലിയും കോടികളുടെ കണക്കുകളും ഉള്ളപ്പോൾ നിൻ്റെ ഒരു ചെറിയ പേര് നൽകാനോ അല്ലെങ്കിൽ അതിലൊരു കാര്യം നൽകാനോ അല്ല അവർക്ക് സമയം. പക്ഷേ അത് അമ്മയാണ് നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തരുന്നതെന്ന് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ജീവിത പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതായാലും അത് ഈശോയ്ക്ക് വളരെ തുലവും നിസ്സാരമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴായാലും ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹം, ഈശോയുടെ ദിവ്യശരീരം എങ്ങനെ ഭക്ഷിക്കണം, വളരെ ആത്മാർത്ഥതയോടെ വളരെ ആർത്തിയോടെ ഈശോയെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമെന്ന് ഈ മകൾക്ക് ഏറ്റുപറയാൻ മാത്രം ഉടമ്പടിയിൽ വളരുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് വെക്കരുതെന്നാണ് ഷിനിയുടെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷിനിയുടെ സാക്ഷ്യത്തിനായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോൺസൺ ചാക്കോ. ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2022 ഗവൺമെൻറ്റിൽ സർവീസിൽ കയറി. അതിനുശേഷം അപ്പോൾ എൻ്റെ കൈക്കൊരു ബലഹീനതയുണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനെന്നും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ ദുരിതമൊന്ന് മാറ്റി എൻ്റെ വീടിനടുത്തേക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത്. അങ്ങനെ ഇതിന് ഇടയിലായിട്ട് എൻ്റെ 3 വർഷം കാലാവധി പൂർത്തിയായ 3.5 വർഷമായപ്പോഴേക്കും എൻ്റെ ട്രാൻസ്ഫറിൻ്റെ വെക്കാമെന്ന് വന്നു. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് വെച്ചതിന് പ്രകാരം എൻ്റെ 1ാമത്തെ നമ്പറായിട്ട് ട്രാൻസ്ഫറിന് അടിച്ചു വന്നു. പക്ഷേ ഇതിനിടയിൽ
ഞാൻ സർവീസ് കയറിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു മറ്റ് പലരുടെയും സ്വാധീനം മുഖാന്തരം എൻ്റെ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് അതിൻ്റെ അകത്ത് ഇല്ലാതായി മാറി. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. അപ്പോൾ അതിന് പ്രകാരം എനിക്ക് കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കണ്ണീരോട് പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നിട്ടും അത് മാറിപ്പോയല്ലോ, എനിക്ക് വളരെയധികം സങ്കടമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് മടങ്ങി ബസ്സിലിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു സഹപ്രവർത്തക വിളിച്ചു എന്നോട് പറഞ്ഞു, റോൺസൺ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, നീ നോക്കിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, കാരണം എൻ്റെ നെറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ വെച്ച് ഇതുപോലെ നോക്കിയപ്പോൾ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ ഞാൻ കൊടുത്ത ആശുപത്രിയിലേക്കല്ല, ഞാൻ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്കാണ് കൊടുത്തതെങ്കിലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് എനിക്ക് വീണ്ടും പുതിയതായിട്ട് അടിച്ചു വന്നു ഓർഡർ. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്താണ്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഇതിലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മകൻ അവൻ ഇച്ചിരി ഭയങ്കര ഓവർ ആക്റ്റീവാണ്. പുള്ളി ചെറുപ്പം മുതലേ എന്തെങ്കിലും തല്ലി പൊട്ടിക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങളും പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി ഇച്ചിരി പ്രശ്നങ്ങളുടെ കൂടെയാണ് പുള്ളി വളർന്നത്. പുള്ളിക്ക് പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. ഞാൻ കൈ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ അവൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കും, അങ്ങനെ പുസ്തകത്തിലേക്ക് നോക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇവനെക്കുറിച്ച് എനിക്ക് വളരെയധികം ആകുലതകളുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എങ്ങനെ വളർന്നു വരുമ്പോൾ ഇവനെങ്ങനെ പഠിക്കുമോ എന്താവും എന്നൊക്കെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്കിവനെ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് അന്നൊരു ആൺകുട്ടി ആയതുകൊണ്ട് എന്നെ നോക്കേണ്ടത് ഇവനാണ്. അപ്പോൾ എനിക്ക് ഇവനോടൊരു ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കും ഇവൻ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണെന്ന് വെച്ചാൽ കളിക്കാനും സൈക്കിളിൽ ഓട്ടുന്നൊക്കെ പുള്ളിക്ക് 24 hour കളിച്ച് നടന്നാലും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പഠിക്കണ കാര്യം മാത്രം അവനോട് പറയരുത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇവൻ്റെ കാലിൻ്റെ മുട്ടിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ഇവൻ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാൽമുട്ടിന് ഒരു അസുഖത്തിൻ്റെ പേരുണ്ട്, ഓസ്ഗുഡ് സ്ക്ലറ്റർ ഡിസീസ് എന്ന് പറഞ്ഞു. കാൽമുട്ടിൻ്റെ പേശികൾ ഇങ്ങനെ വലിഞ്ഞു പോകും, മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് എന്തോ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലില്ല. അപ്പോൾ ഓർത്തോ ഡോക്ടർ പറഞ്ഞു ഈ കാൽ രണ്ടും പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കാൽ അനക്കാതിരിക്കണമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിന് കാൽമുട്ടിൻ്റെ പ്ലാസ്റ്റർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവൻ കീറിക്കളയും. അവൻ തന്നെ പറഞ്ഞു ഞാൻ ഈ പ്ലാസ്റ്റർ അഴിച്ചു കളയും, അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല, അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, കാൽമുട്ടിന് നമുക്ക് മറ്റേ ഒരു ബ്രേസ്, 2 കാലും ബ്രേസ് കെട്ടി കാലുമുട്ട് അനക്കാണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടമായി. ഇവൻ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്ന ആൾ ഇനിയിപ്പോൾ വീട്ടിലെങ്ങനെ അടങ്ങി ഒരുങ്ങിയിരിക്കും. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് 31 ഒക്ടോബർ 2025 ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവനോട് ഓരോ ഇതൊക്കെ പറഞ്ഞ് ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, കൃപാസനം വരെ ഒന്നും എൻ്റെ കൂടെ വന്നെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ബീച്ചിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഓരോ നമ്പറൊക്കെ അടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. ഇവിടം വരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ഉടമ്പടി എടുത്തു. ഇവനെയും എൻ്റെ കുടുംബത്തെയും മുഴുവൻ സമർപ്പിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒരു 2 മാസം പോലും എടുത്തില്ല, ഇവൻ്റെ കാല് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഇവൻ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ഇവൻ വീണ്ടും കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊക്കെ പോയി തുടങ്ങി. ഞാൻ കുട്ടികളുടെ 2 പേരുടെ, എനിക്ക് 2 കുട്ടികൾ, മൂത്തത് മോളാണ്. അപ്പോൾ 2 പേരുടെയും നെറ്റിയിലും ഉടമ്പടി തൈലം കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പരീക്ഷ ആയപ്പോഴത്തേക്കും മോള് കുറച്ചും കൂടെ വിശ്വാസത്തിലേക്ക് വന്നു. അവളും ഇവനും 2 പേരും വന്നു എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനും ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുകയും. അത് പരീക്ഷയ്ക്ക് പോയെങ്കിലും കുറേ വിഷയങ്ങൾക്കൊക്കെ ഇവൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 10ാം ക്ലാസ്സിലേക്ക് സാറ് ഇരുത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഇനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട്, അതും കൂടെ നടത്തിയിട്ട് പുള്ളിനെ 10ലേക്ക് കയറ്റി വിടും. മോൾക്കാണെങ്കിലും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അവൾക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ച് ഞാൻ പത്രം എൻ്റെ ഹോസ്പിറ്റലിൽ ആദ്യം ഒരു സ്ത്രീക്ക് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് പേടിച്ചാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവരോട് ഞാനിങ്ങനെ കൃപാസനത്തിൻ്റെ ഒരു പത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു ഹിന്ദു സ്ത്രീയും കൂടെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു മോള് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഭയങ്കര ഭയവും ഇതൊക്കെ ആയിട്ട് കിടന്നപ്പോഴത്തേക്കാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ്, പക്ഷേ അവൾക്ക് ഭയങ്കര ഭയമാണ്. അവളുടെ അമ്മ
ചെറുപ്പത്തിലെ മരിച്ചുപോയി, അച്ഛൻ നാട് വിട്ടുപോയി, അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അമ്മയോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചാടി കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചു. ഞാൻ പേടിച്ചാണ് കൊടുത്തെങ്കിലും ആ സ്ത്രീ മേടിച്ചപ്പോൾ എനിക്ക് വിശ്വാസമായി, ഓ ഇനി ധൈര്യമായിട്ട് ആർക്കും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാമല്ലോ എന്ന് എനിക്കൊരു ധൈര്യമായി. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുത്തു. എറണാകുളത്ത് വേറെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെയുള്ള രോഗികൾക്കും ഒക്കെ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും പൈസയ്ക്ക് കൈ നീട്ടുമ്പോഴത്തേക്ക് എനിക്കത് എൻ്റെ കയ്യിലുള്ള പൈസ എന്താണോ അത് കൊടുക്കാനായിട്ട്, എനിക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും എനിക്കത് കൊടുക്കാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ടായി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും മദ്യപിക്കണം എന്നൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് മദ്യപിക്കണ്ട എന്നുള്ളൊരു എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൃപ അമ്മ മാതാവ് തിരുക്കുമാരൻ എനിക്ക് തന്നു. എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടണം, കുർബാന സ്വീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പറ്റുന്ന എൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ രാവിലെ ഒക്കെ ആണെങ്കിലും അതിരാവിലെ കുർബാനയുള്ള പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാനും, അതുപോലെ കുമ്പസാരമൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രമേ കുമ്പസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് 2 മാസം 3 മാസം ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് പലരെയും എൻ്റെ മുൻപിലേക്ക് ഈ അശരണരായി വരുന്ന രോഗികളെ എൻ്റെ മുമ്പിൽ കാണിച്ചു തരുവാണ് അമ്മ. എടാ നീ ഇത് നിനക്ക് സാധിക്കും. അപ്പോൾ പല ഹോസ്പിറ്റലിൽ നേഴ്സുമാരെന്ന് വെച്ചാൽ അവർ പേഷ്യൻസിനൊന്നും വയ്യാത്ത ആൾക്കാരെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഈ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത രോഗി വന്നു കഴിഞ്ഞാലും എനിക്ക് അവരെ സഹായിക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനും, അല്ലെങ്കിൽ അവിടെ ചുമ്മാ ഇരിക്കുന്ന ഒരു രോഗിയാണ്, അപ്പോൾ അമ്മ അങ്ങ് വാ, ഞാൻ അവിടെ കൊണ്ടൊക്കെ പിടിച്ച് കിടത്താം. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരു മനസ്ഥിതി വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സുഫാനിയ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. റോൺസൺ ചാക്കോ എന്ന ഈ സഹോദരൻ കൃപാസനത്തിൽ ആദ്യം വരുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലാണ്. കോലഞ്ചേരിയിൽ നിന്ന് എറണാകുളം വരെ ജോലിക്ക് പോകുമ്പോൾ മിക്കവാറും നിന്ന് പോകണം. കൈക്കിത്തിരി സ്വാധീനക്കുറവുള്ളത് കൊണ്ട് അത് വലിയ ക്ലേശമുള്ള ഒരു കാര്യവുമായിരുന്നു. അങ്ങനെയാണ് നോർമലായിട്ടുള്ള ട്രാൻസ്ഫറിന് വേണ്ടി സഹോദരൻ ശ്രമിച്ചതും അത് ആദ്യത്തെ ലിസ്റ്റിൽ അനുവദിക്കപ്പെട്ട് വന്നതും. എന്നാൽ പിന്നീട് എങ്ങനെയോ അത് മാറ്റം ചെയ്യപ്പെട്ടു, പേര് ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇല്ലാതായി. അങ്ങനെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ് സഹോദരൻ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ അരികിൽ വന്ന ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെപ്പോഴും പറയും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന്. അമ്മയുടെ അരികിൽ വന്ന് ജീവിതം അത്രമേൽ ക്ലേശമാണെങ്കിൽ ഒരു നോക്ക് കണ്ട് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം തന്നെ അമ്മ ഏറ്റെടുക്കുകയും അതിനുമേൽ തീരുമാനമാക്കുകയും ചെയ്യും. ഈ സാക്ഷ്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തത്, ആ ലിസ്റ്റിൽ നിന്ന് നീങ്ങിപ്പോയത് ആ ലിസ്റ്റിലൊന്ന് പേര് വരണം എന്നൊരാഗ്രഹമേ ഉള്ളൂ. രണ്ടാമത്തത്, സഹോദരൻ തന്നെ വീട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള ഒരു ആശുപത്രിയുടെ പേര് എഴുതിയിട്ടുണ്ട്. സാധാരണ അങ്ങോട്ടേക്ക് തന്നെ ട്രാൻസ്ഫർ അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അമ്മയുടെ അരികിൽ വന്ന് പേര് ലിസ്റ്റിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് അറിയിച്ച് പ്രാർത്ഥിച്ച് തിരികെ പ്രത്യാശയോടെ മടങ്ങുമ്പോൾ പോകുന്ന വഴി തന്നെ സഹോദരൻ പറയുന്നുണ്ട്, ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് പരിശോധിക്കാനായിട്ട്. അമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ നമുക്കത് ഉടമ്പടി പ്രകാരം ലഭിക്കുന്നത് കുറേ കൂടി അത് ക്വാളിറ്റിയുള്ള, നമുക്ക് ഭാരങ്ങൾ കുറച്ചു തരുന്ന, ജീവിതത്തെ കുറേ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹമായിരിക്കും. 1, ട്രാൻസ്ഫർ ലിസ്റ്റിൽ പേര് വന്നു. 2, ഒട്ടും വിചാരിക്കാതിരുന്ന വീടിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആ ട്രാൻസ്ഫർ അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അതാണ് അമ്മയുടെ ഇടപെടലിലൂടെ ഈ സാക്ഷ്യത്തിൽ, ഈ നിയോഗത്തിൽ വന്ന അനുഗ്രഹമെന്ന് പറയുന്നത്. നമ്മളൊരു വിഷയം കൊടുത്താൽ മതി, ആ വിഷയത്തിന് എങ്ങനെ ക്രമീകരിക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ആരൊക്കെ നിൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നുവോ, തടസ്സം നിൽക്കുന്നവർക്ക് മുമ്പിൽ വിജയം നൽകുന്ന ഒരു കർത്താവ് കൂടെയുണ്ടെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിച്ചു തരും. അതാണ് ആദ്യത്തെ സാക്ഷ്യം. ആരൊക്കെയോ മുക്കിയത് അമ്മ മാതാവ് ഈശോയിലൂടെ കൂടുതൽ സുരക്ഷിതമാക്കി മകൻ്റെ ജീവിതത്തെ സഹായിച്ചത്.
രണ്ടാമത്തത് സഹോദരൻ പങ്കുവച്ചത് മകൻ്റെ ജീവിതത്തിലുണ്ടായ അസ്വസ്ഥതകളാണ്. അത് അവൻ്റെ അസ്വസ്ഥതകൾ കൂടിക്കൂടി വരികയും അത് നിയന്ത്രിക്കുവാൻ പ്രയാസം വരികയും കാലിനുണ്ടായ ഒരു പ്രശ്നം അത് പ്ലാസ്റ്ററിടാൻ പറ്റാത്ത വിധം അവൻ്റെ അസ്വസ്ഥതകൾ കാരണം എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു. അത് ബ്രേസ് ഇടാമെന്ന് കരുതിയിട്ടും അതും അത്ര കണ്ട് ഫലവത്താകാതെ അവൻ്റെ ആരോഗ്യം വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ ആ വിഷയം മാറുമ്പോഴാണ് മകനെ കൂട്ടിക്കൊണ്ട് അമ്മ മാതാവിനെ കാണിച്ചു കൊടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ മകൻ്റെ ആരോഗ്യം മാത്രമേ മനസ്സിലുള്ളൂ. എങ്ങനെ കിട്ടും, എന്ത് ചികിത്സ ചെയ്യും, എപ്രകാരമാണ്, ഒന്നും ചിന്തിച്ചിട്ടില്ല. അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ അസ്വസ്ഥമായി നിൽക്കുന്ന ഈ മകനെ അവൻ്റെ എല്ലാത്തരം പെരുമാറ്റങ്ങളോടും കൂടി സമർപ്പിക്കുന്നു. അമ്മ സഹായിക്കണമെന്നാണ് മകനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഈ മകൻ ശാന്തതയോടുകൂടി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അപ്പച്ചൻ വളരെ സന്തോഷത്തോടു കൂടി പറയും, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതാണ് എൻ്റെ മകനെ. അവൻ്റെ വന്നിരുന്ന വയ്യായികകളൊക്കെയും എന്നെ വേദനിപ്പിച്ച വിഷയങ്ങളുമാണ്. എന്നാൽ ഉടമ്പടി തൈലം അവൻ്റെ കാൽമുട്ടിലും നെറ്റിത്തടത്തിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മെല്ലെ മെല്ലെ യാതൊരു മരുന്നുമില്ലാതെ യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഇതിങ്ങനെ മാറുന്നത് കണ്ടു. പൂർണ്ണ ആരോഗ്യത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മകനിന്ന് ശാന്തതയോടുകൂടി ഓരോ കാര്യവും ചെയ്യും വിധം അമ്മ മാതാവ് മകനെ സഹായിച്ചുവെന്ന്. ഭൗതികമായ ഈ രണ്ട് അനുഗ്രഹങ്ങളെ ഈ സഹോദരൻ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സഹോദരൻ്റെ ജീവിതത്തിൽ വന്ന കാതലായ മാറ്റത്തെ അതോടൊപ്പം ചേർത്താണ് സാക്ഷ്യം നിർത്തിയത്. ആശുപത്രിയിൽ ഒരുപക്ഷെ ആരുപോലും നോക്കാനില്ലാതെ വളരെ അലക്ഷ്യമായോ അഗതിയെപ്പോലെയൊക്കെ വരുന്ന രോഗികളോട് ഉടമ്പടി എടുത്തതിൽ പിന്നെ തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു കാരുണ്യത്തിൻ്റെ, ഒരു ദൈവസ്നേഹത്തിൻ്റെ, ഒരു ശുശ്രൂഷാ മനസ്സിൻ്റെ നന്മയെക്കുറിച്ച് വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. തൻ്റെ തന്നെ ജീവിതത്തിൽ മദ്യപാനം വല്ലാതെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായി വേണ്ടെന്ന് വെച്ച് ജീവിതത്തെയും ക്രമപ്പെടുത്തുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഏതെങ്കിലും ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം അമ്മയുടെ അരികിൽ വരുന്നൊരു പദ്ധതിയല്ല, മറിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ അകം പുറം തേച്ചു മിനുക്കി ദൈവത്തിന് പ്രിയങ്കരമാക്കി കൊടുക്കുവാൻ നമ്മളെ തന്നെ ആന്തരികമായും ബാഹ്യമായും രൂപപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വരാനും ഈ കുടുംബസമേതം സാക്ഷ്യം പറയാൻ എന്നെ തിരഞ്ഞെടുത്തതിന് മാതാവിനും അമ്മ ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സരിത ഡിസോസ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മറിയർഷമ്മ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 7-നാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് കൃപാസനത്തിൻ്റെ കുറിച്ച് അറിയുന്നത്. ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ വൃത്തിയിലൊരു ടീച്ചറാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്ത് ഞാൻ ഈ സ്കൂളിലും പഠിപ്പിക്കും. സ്കൂൾ കൊയർ ഇൻചാർജും മാത്രമല്ല നമ്മളെ പള്ളിയിലും കൊയർ ഇൻചാർജാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട് എനിക്ക്. ഒരു ദിവസത്തിൽ ഒരു 6-7 പീരീഡ് ഉണ്ടാവും. ചില സമയത്ത് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരുമിച്ച് കുറേ പരിപാടികളുണ്ടായാലും അതിനും പങ്കെടുത്ത് കുട്ടികൾക്കൊക്കെ പാട്ടും പഠിപ്പിക്കുന്നതിലും എനിക്ക് ഇൻചാർജ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു തടസ്സമുണ്ടായി. അപ്പോൾ ഞാനത് അത്ര ഒരു കെയർ ആക്കിയില്ല. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞ ശേഷം ഒരു ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് സംസാരിക്കാൻ വളരെ പ്രയാസം ഉണ്ടായി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റായിട്ട് വോയിസ് റെസ്റ്റ് വേണം, യാതൊരു കാരണവശത്താലും ഇനി പഠിപ്പിക്കാനും പാട്ട് പാടാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 മാസം കുറച്ച് വോയിസ് റെസ്റ്റ് എടുത്തു. മുഴുവനായിട്ട് വോയിസ് റെസ്റ്റ് എടുക്കാൻ എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാം പ്രാവശ്യം ഞാൻ മറ്റൊരു ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഇത് തൊണ്ടയിൽ വോയിസ് വോക്കൽ കോഡിൽ ഒരു നോഡ്യൂലും ഒരു പോളിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു സിസ്റ്റിൻ്റെ പോലെയാണ്. അപ്പോൾ ഇത് പൊട്ടിയാൽ
ഇത് കാര്യം ഗുരുതരമാവും. അതുകൊണ്ട് യാതൊരു കാരണവശത്താലും കംപ്ലീറ്റായിട്ട് ഈ ടീച്ചിങ് പിന്നെ സിംഗിങ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ജീവിത ആവശ്യമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. വേറെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ നവംബർ മാസത്തും ഞാൻ പിന്നെയും ഡോക്ടറിനെ കണ്ടു. മൂന്നാമത്തെ ഡോക്ടറാണ്. ഞാൻ മൂന്നാമത്തെ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു സർജറി വേണം, എൻഡോസ്കോപ്പി സർജറി വേണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി സർജറി ചെയ്താലും അത് വോയിസിൻ്റെ ക്വാളിറ്റി മുമ്പത്തെ പോലെ ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസംബർ 27 എനിക്ക് ഡേറ്റ് കൊടുത്തു, അപ്പോയിൻമെൻറ്റും കൊടുത്തു സർജറിന് വേണ്ടിയിട്ട്. എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. സർജറി എന്ന് പറഞ്ഞാൽ അതിനൊരു ഏകദേശം 1 മാസം റെസ്റ്റ് വേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യത്തിൽ ഞാനല്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം അച്ഛനെ കണ്ടു. അച്ഛന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സൈത്ത് പൂശി ഉടമ്പടി. പിന്നെ ഞാൻ ഉടമ്പടി വസ്തു ഉപയോഗിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പിന്നെ ഉപ്പും വെള്ളത്തിൽ കലക്കി കുടിച്ച്. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഓർത്തില്ല. ആ ഒരു സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവശാലും ഞാൻ അതിനെ കുറിച്ച് ഓർത്തില്ല. ഞാൻ യഥാർത്ഥമായിട്ട് എൻ്റെ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടിയിലായിരുന്നു. ഉറപ്പം മാതാവിനെ വിശ്വസിച്ചു, മാതാവിനെ ഏൽപ്പിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ സുഖപ്പെടുത്തിയാലും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നെ ഞാൻ മാർച്ച് മാസത്ത് അത് മൂന്നാമത്തെ ഡോക്ടറിനെ കണ്ടു, VLS ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്ര മാസം വോയിസ് റെസ്റ്റ് എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഞാൻ വോയിസ് റെസ്റ്റ് എടുത്തില്ല. കാരണം എക്സാം ടൈമാണ്, ആരും ഇത് ലീവ് കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് റെസ്റ്റ് എടുത്തില്ല. കുറച്ച് ഞാൻ സൂക്ഷിച്ചായിരുന്നു. എൻ്റെ ഫുഡ് കൺട്രോൾ കുറച്ച് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കേരളത്തിൽ ഒരു പള്ളിയുണ്ട്, അതിൽ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് എ മിറാക്കിൾ, ലൈക്ക് യു ഹാവ് കംപ്ലീറ്റ്ലി ഹീൽഡ് ഫ്രം യുവർ സിക്നെസ്. മൂന്നാമത്തെ പ്രാവശ്യം VLS ചെയ്തപ്പോൾ ഒരു പാട് പോലും അവിടെ കണ്ടില്ല. ഓക്കൽ നോഡ്യൂൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഒരു പോളിപ്പ് നോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിറാക്കിൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മാസത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട് പണിഞ്ഞു. അപ്പോൾ അതിന് ഒരു 15 ലക്ഷം കട ഉണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പം ഞാൻ മനസ്സിൽ ഓർത്ത് മാതാവിനോട്, എനിക്ക് 2 പെൺകുട്ടികൾ, അപ്പോൾ 15 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും ഒരു മാസത്തിലൊരു 12,000 ഏകദേശം 12,000 ലോന് അടിക്കാൻ വരും. അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ കടയില്ലാണ്ട് നമ്മൾ ജീവനും പോയി തുടങ്ങിയില്ല, എത്ര നല്ലായിരുന്നു എന്ന് അത്രമാത്രം പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ല, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ വീട് പണിഞ്ഞ് ഒരാഴ്ച ശേഷം അപ്പോൾ അപ്രത്യക്ഷമായി മാതാവ് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി കാശ് കൊടുത്ത് എൻ്റെ 15 ലക്ഷം രൂപ കട വീട്ടി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാതാവിൻ്റെ അത് ഒരു വലിയൊരു ഇടപെടലാണ് നമ്മളെ വീട്ടിൽ. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മകളാണ്. 7 കൊല്ലമായി, 2ാം ക്ലാസ്സിലാണ്. അതിന് അവൾക്ക് 2 വർഷ ശേഷം 2 വർഷത്തിന് ഒരു സ്റ്റാമറിങ് ഉണ്ടായിരുന്നു. സംസാരിക്കാൻ അത്ര ഒരു എളുപ്പമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസം പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി മാതാവ് അവൾക്ക് സമ്പൂർണ്ണമായി സൗഖ്യം നൽകി. അതിനെക്കുറിച്ച് അവൾ പറയും. My name is Shreyal Frisha Krasta. Thank you Kripasana Mother for healing me. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. ഇത് ഉടമ്പടിയിൽ വെച്ചതാണ്. ഇത് കൂടാതെ കുറേ അനുഗ്രഹങ്ങൾ നമ്മളെ വീട്ടിൽ വാരിക്കോരി മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഈ വീട്ടിൻ്റെ ചുറ്റും ആദ്യം ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. നമ്മൾ
ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴേക്ക്. അപ്പോൾ അവിടെ കുറേ പേര് പറഞ്ഞ് ഇവിടെ പാമ്പിൻ്റെ ശല്യം കുറേ ഉണ്ട്, സൂക്ഷിക്കണം, കുട്ടികളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ വിശുദ്ധ ഉപ്പ് ഇത് വീട്ടിൻ്റെ ചുറ്റു വിതറി വിശ്വാസം പ്രമാണം ചൊല്ലി മാതാവിനെ സമർപ്പിച്ചു. ഇതുവരെ ഒരു പാമ്പിൻ്റെ ശല്യം പിന്നെ ഉണ്ടായില്ല. ഏകദേശം ഇപ്പോൾ ഒരു 8 മാസമായി നമ്മൾക്ക് യാതൊരു ശല്യം ഉണ്ടായില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇവിടെ തന്നെ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഡെയിലി രാവിലെ 5 മണിക്ക് എണീച്ച് ജപമാലം ചൊല്ലി ബൈബിൾ വായനം, പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പിന്നെ അത് സ്റ്റേറ്റസ് ഇടാറുണ്ട്, പിന്നെ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല എപ്പോഴും രാവിലെ ഒരു 3 സാക്ഷ്യം കേട്ട് അതിനെ ഷെയർ ചെയ്ത് പിന്നെയാണ് ഞാൻ എൻ്റെ ജോലിക്ക് കയറും. അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കും. പിന്നെ പത്രവിതരണം, ഞാൻ കന്നഡ, കൊങ്കണി, മലയാളം പത്രം 3 ഭാഷയിലുള്ള പത്രം കൊണ്ടുപോകും. ഈ മലയാളം പത്രം ഏകദേശം ക്രൈസ്തവർക്ക് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊടുക്കും. പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ നമ്മളെ ഇടവക അംഗങ്ങളിലും പള്ളിയിലും എല്ലാം വിതറിക്കാനുണ്ട്. മാത്രമല്ല കാരുണ്യ പ്രവർത്തനം, നമ്മൾ അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോയി അവിടേക്ക് വേണ്ട ഒരു ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തരും. മാത്രമല്ല പാവപ്പെട്ടവർക്ക് ആര് അത്യാവശ്യമായിട്ട് ചോദിക്കാൻ വരുന്നു, പാവപ്പെട്ടവർക്ക് എനിക്ക് എത്ര സാധ്യമുണ്ട് അത്ര ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ, ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാഗ്രഹമാണ്. ഞാൻ അങ്ങനെ നിലനിൽക്കും. യേശുവേ സ്തോത്ര, യേശുവേ വന്ദന, യേശുവേ ആരാധന. താങ്ക് യു ലോർഡ്. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. സങ്കീർത്തനം 51:15 വചനമാണ്. ഉടമ്പടിയിൽ ദൈവം നമ്മുടെ ഹൃദയവും നമ്മുടെ വാക്കുകളും പുതുക്കും. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നു. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കുന്നുവെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, അമ്മയുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ അധരങ്ങൾ തുറക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതുക്കൽ ലഭിക്കുകയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കണ്ടത്. ദൈവകൃപ ലഭിച്ച വ്യക്തി സ്തുതിയാൽ നിറയുന്നതും കൃപാസനം ഉടമ്പടി വഴി ആ സ്തുതി ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. സരിത ഡിസൂസ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥന കേട്ട ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്, ആ ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ശ്രവിച്ചത്. സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ കർത്താവെ എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ അധരങ്ങൾ തുറന്ന ആ ദൈവത്തിന് നന്ദി പറയുവാനും അങ്ങയുടെ സ്തുതികൾ ആലപിക്കുവാനുമാണ് ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അധരങ്ങൾ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നും അവിടുത്തെ സ്തുതികൾ ആലപിക്കുവാനും മറക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാനും അവിടുത്തെ ആ ഉടമ്പടിയിലെ ഉറച്ച വിശ്വാസത്തോടെ, വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഉള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്കായി പ്രത്യേകിച്ചും കടബാധ്യതയുടെ കാര്യം പറഞ്ഞു. അത് ഒരു അപ്രത്യക്ഷമായ രീതിയിൽ, ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകളുടെ ജീവിതത്തിൽ 15 ലക്ഷം കടബാധ്യത ഉണ്ടായിരുന്നത് ഒരു ദിവസത്തിനുള്ളിൽ ആ കടബാധ്യത മുഴുവനായിട്ട് തീർത്തത്, അതും ഒരു പ്രത്യേക രീതിയിൽ. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് തന്നെ വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പറയാനാവാത്ത രീതിയിൽ, കാരണം അത് അത്രമാത്രം നമ്മൾ ഓർക്കാത്ത, വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഉടമ്പടിയിൽ
ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വസ്തത മാത്രമാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ് അമ്മയുടെ വാക്ക് പാലിച്ച് ഈശോയുടെ ആഗ്രഹമനുസരിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്കും ആ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സരിതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ രോഗസൗഖ്യത്തിനും കടബാധ്യത മാറ്റുവാൻ തന്ന ആ വലിയ കൃപയ്ക്കും വലിയ